ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഈ വണ്ടിയുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസും യൂസർ റിവ്യൂ ആയിട്ടാണ്. വണ്ടി സിറ്റിയിലും അതുപോലെ ചെറിയ റൂട്ടിൽ കൂടെ ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ഗിയർ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ കുറച്ച് കെയർ ചെയ്ത് ഓടിക്കണം. കാരണം ഈ പോട്ട് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ കയറി ചാടുമ്പോൾ നമ്മുടെ ഫോർക്കിനൊക്കെ അത് ഇഷ്യൂ ഉണ്ടാവും, കോൺസെപ്റ്റ് ഫോർക്കൊക്കെ. ഞാനതുകൊണ്ട് കഴിവതും അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ്, ഞാനങ്ങനെ കട്ടറിലൊന്നും കൊണ്ട് ചാടിക്കാറില്ല. ഈവൻ റോഡ് ലെവലല്ലെങ്കിൽ പോലും ഞാൻ ഭയങ്കര കെയർ ചെയ്താണ് നോക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ആവും. ഈ ഗിയർ ഫ്രീക്വൻ്റായിട്ട് മാറുന്നതിൻ്റെ മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റ് നോർമലി ക്ലങ്കിയാണ്. അത് TVSൻ്റെ ഒട്ടുമിക്ക ബൈക്കുകൾക്കും അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് VS6 ഈ മോഡലിനൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റിൻ്റെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടില്ല. നോർമലി നല്ല ക്ലങ്കിയാണ് ഗിയർ ബോക്സ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഗിയർ അപ്പ് ചെയ്യുന്നത്. പക്ഷേ ഗിയറൊക്കെ പ്രിസൈസാണ്, എന്നാലും നമുക്കൊരു ചെറിയ എഫേർട്ട് വേണ്ടി വരും ഗിയർ ഇടാൻ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ടയേർഡ് ആവുന്ന പോലെ തോന്നും. ചെറിയ വഴി കൂടെ പോകുമ്പോഴത്തെ കാര്യമാണ്, അല്ലാതെ ഹൈവേസിൻ്റെ കാര്യമല്ല. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒട്ടുമിക്ക റോഡും നമുക്ക് വണ്ടി കുഴപ്പമില്ലാതെ തന്നെ പോകും. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ഓൺ സ്മൂത്ത് ടാർമാക്ക്, അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇമ്പാക്റ്റ് എല്ലാം അറിയും. തീരെ അങ്ങ് സോഫ്റ്റ് സസ്പെൻഷനൊന്നും അല്ല. നമ്മുടെ RC ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രം കുറച്ചുകൂടെ സോഫ്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്പോർട്സ് ബൈക്ക് ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഫേംനെസ് സസ്പെൻഷൻ ഉണ്ട്. എന്നാൽ നമ്മളെ ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ്, പ്രോപ്പർ സസ്പെൻഷൻ്റെ ഒരു സ്പോർട്സ് ഷൂറിന് വേണ്ട സസ്പെൻഷനാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു എൻഫീൽഡിലൊക്കെ പോകുന്ന പോലെ നമ്മൾ അത്ര സ്മൂത്തായിട്ട് അല്ലാതെ ഈ ഹമ്പൊന്നും കയറി ഇറങ്ങാൻ, ഈ ഗട്ടറൊക്കെ നമ്മൾ കയറി ഇറങ്ങാൻ ശ്രമിക്കരുത്. കുറച്ച് കെയർ ചെയ്യണം. അത് വണ്ടിയുടെ ലൈഫിന് വേണ്ടി തന്നെയാണ്. സിറ്റി റിവ്യൂവിൽ പറയാനുള്ള മെയിൻ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, നമുക്ക് സിറ്റിയിൽ കൊണ്ടുനടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, വണ്ടിയുടെ സൈസാണ്. ഇത് നോർമൽ ഒരു 300cc വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വൈഡാണ്. അല്ലാതെ ഇത് ഏറ്റവും വലിയ 300cc എന്നൊന്നുമല്ല പറയണേ. ഇത് നല്ല വീതിയുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മറ്റു വണ്ടികളുടെ ഇടയിൽ കൂടെ ഒന്നും കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ മിററൊക്കെ മടക്കി പിടിച്ച് ഓടിക്കണം. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വണ്ടിക്ക് ലെങ്തും ഉണ്ടല്ലോ, തീരെ ലെങ്തും കുറവല്ല. ഷോർട്ട് വീൽ ബേസ് ഉണ്ടെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം ലെങ്തുണ്ട്. ലെങ്തിനേക്കാളും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഈ വിഡ്ത്താണ്. കാരണം നമുക്കിങ്ങനെ ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ഇടിച്ച് കയറാൻ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ മിറർ തട്ടും. അങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമൽ സിറ്റി ട്രാഫിക്ക്, ഇപ്പോൾ ഇതുപോലെ മൂവിങ് ആയിട്ടുള്ള സിറ്റി ട്രാഫിക്കിലാണെങ്കിൽ നമുക്ക് 20-25 ഒക്കെ കിട്ടുന്നുണ്ട്. 25 ഓൺ ആൻ ആവറേജ് 20-25 അത്രേ പറയാനൊക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. അതെപ്പോഴും നിർത്തി അത് ഈവൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു 3 കിലോമീറ്റേഴ്സ് പോകണമെങ്കിൽ എനിക്കൊരു 30 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. കാരണം ആ ട്രാഫിക് അത്ര ഡെഡ് ട്രാഫിക്, ഇങ്ങനെ നമ്മളിങ്ങനെ നീണ്ട് ഇങ്ങനെ നിരങ്ങി പോകേണ്ടി വരും. അങ്ങനെയുള്ള ട്രാഫിക്കിലൊക്കെ 20-ൽ ഡൗൺ വരും മൈലേജൊക്കെ. അതിപ്പോൾ ഏത് വണ്ടിയായാലും നല്ല കുറവേ കിട്ടത്തുള്ളൂ, നമുക്കതിനൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലാതെ നോർമൽ സിറ്റി ഡ്രൈവിങ്ങിൽ ഒരു 20-25 ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നത്തെ കാര്യം പറയാനുണ്ടെങ്കിൽ, സിറ്റി ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ഹീറ്റായിരിക്കും. ഓഫ് കോഴ്സ് ഹീറ്റായിരിക്കും. അതിപ്പം നമ്മുടെ എല്ലാവർക്കും അറിയാം, റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിനാണ് നമ്മുടെ 632. അതായത് അതിൻ്റെ ബെൻഡ് പൈപ്പ്
അതിൻ്റെ പുറകിൽ കൂടെയാണ് വരുന്നത്. അതായത് നമ്മൾ ഏകദേശം ഇരിക്കുന്നതിൻ്റെ താഴെയാണ് അതിൻ്റെ വെൻ പൈപ്പ് ഔട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സണ്ണി ഡേയിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ടൊരു ട്രാഫിക്ക് നിൽക്കുകയാണെങ്കിൽ ആ ഹീറ്റ് നേരെ മേലോട്ടല്ലേ, നമ്മൾ കറക്റ്റ് നമ്മുടെ തൈസിലാണ് വരുന്നത്. നമ്മുടെ തുടക്കി കറക്റ്റ് ആ ഹീറ്റ് കിട്ടും. ഇപ്പം ഡ്യൂക്കിൻ്റെയൊക്കെ നമ്മൾ മുട്ടിന് താഴോട്ടൊക്കെയാണ് കൂടുതൽ ഹീറ്റിംഗ് ആദ്യം അടിക്കാറ്, എക്സോസ്റ്റിൻ്റെ ഹീറ്റിങ്ങൊക്കെ. പക്ഷേ ഇത് പക്ഷേ നേരെ തിരിച്ചാണ്. ഇത് നമ്മുടെ കറക്റ്റ് തൈസിലേക്കാണ് വരുന്നത്. നീഡ് അവിടോട്ടൊന്നും ഹീറ്റ് ചെല്ലാറേ ഇല്ല, കറക്റ്റ് തൈസ്. അത് നമുക്ക് ഒരു നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ട്രാഫിക്കിലൊക്കെ കിടക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ കേരളത്തിലൊക്കെ വെച്ച് എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്, കാരണം നമ്മൾ ഉരുകും. പിന്നെ ഇതൊരു പാർട്ടി ഇങ്ങനെ നമുക്കതൊന്നും ചെയ്യാനൊക്കത്തില്ല. ഫാനൊക്കെ ഫ്രീക്വൻ്റായിട്ട് ഓണാവും, ഫാനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഇത്ര നാൾ യൂസ് ചെയ്യില്ല. ഞാൻ കുറേ ഇഷ്ടം പോലെ തവണ ഞാൻ നമ്മുടെ സിറ്റിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലായിരുന്നപ്പോഴും ബാംഗ്ലൂരായിരുന്നപ്പോഴും പ്രോപ്പറായിട്ട് ഫാൻ ഒക്കെ ഓണാവും, ഒരു ഇഷ്യൂവും തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും. ആകെയുള്ള ഇഷ്യൂ എനിക്കിത് മാത്രമേ ഉള്ളൂ, ഹീറ്റ് നമ്മൾ കറക്റ്റ് നമ്മുടെ തുടക്കാണ് അടിക്കുന്നത്. പിന്നെ പറയേണ്ടത് ടയേഴ്സാണ്. ടയേഴ്സ് രണ്ടും അടിപൊളിയാണ്, ഫ്രണ്ടും ബാക്കും. സ്റ്റോക്ക് വരുന്നത് മിഷ്ലിൻ റോഡ് 5 ആണ്, എല്ലാവർക്കും അറിയാം. അതൊരു രക്ഷയില്ലാത്ത ടയറാണ്. ഡ്രൈവ് ഗ്രിപ്പ് ആയാലും വെറ്റ് ഗ്രൂപ്പ് ആയാലും ലൈഫ് ആയാലും ഉണ്ട്. ഞാനത് ചേഞ്ച് ചെയ്തത് 21,000 21,000 കിലോമീറ്റേഴ്സ് ഓടി കഴിഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്തത്. അപ്പോഴും മറ്റേ ത്രെഡൊന്നും വരുന്ന പോലൊന്നും ആയിട്ടില്ല. നമ്മുടെ പുറകിലൊരു ഹാർലി വരുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് പുള്ളി നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ എന്താ ഇങ്ങനെ? ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഒരു 100-120 km/h നമുക്ക് വരാൻ പറ്റും. ഞാനിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഫ്രീക്വൻ്റായിട്ട് വന്നിട്ടുണ്ട്. വണ്ടി ഒട്ടും സ്ട്രെസ്ഡ് അല്ല, നല്ല റിലാക്സ്ഡ് ആണ്, നല്ല സുഖമായിട്ട് നമുക്ക് വരാം ആ ഒരു സ്പീഡിലൊക്കെ. നല്ല കോൺഫിഡൻറ്റുമാണ്, വണ്ടി നല്ല സ്റ്റേബിളാണ്, ഒരു രക്ഷയില്ലാതെ സ്റ്റേബിൾ. ഹൈ സ്പീഡിലൊക്കെ വണ്ടി നല്ല സ്റ്റേബിളാണ്. നമ്മുടെ സ്റ്റോക്ക് വരുന്ന ടയർ വെച്ച് ആയാലും നല്ല ടയറാണെങ്കിൽ നല്ല കോൺഫിഡൻറ്റോടെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാം. ഹൈവേയിലാണെങ്കിൽ ഇപ്പം എനിക്കൊരു മീറ്ററിലൊക്കെ എനിക്കൊരു 35 കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 30 above കിട്ടിയിട്ടുണ്ട് മൈലേജ്. നമുക്കത് അറിയാൻ പറ്റും. ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ 300+ റേഞ്ച് കിട്ടിയിട്ടുണ്ട് ഫുൾ ടാങ്കിൽ. ആകെ 11 ലിറ്റർ ടാങ്കാണ്, കുഞ്ഞ് ടാങ്കാണ്. അതേ ഉള്ളൊരു ഡ്രോബാക്ക്. അത് നമ്മളിപ്പം എനിക്ക് വീട്ടിലൊക്കെ പോകണമെങ്കിൽ 2 മണിക്കൂറിലൊക്കെ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും, അത് ടാങ്ക് ഫില്ല് ചെയ്യേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഒരു 30 ലിറ്ററോ 40 ലിറ്ററോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇഷ്യൂ വരത്തില്ല. പക്ഷെ അതുകൊണ്ട് വണ്ടിയുടെ വെയിറ്റ് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും, ചെറിയ ടാങ്ക് ആകുമ്പോൾ ഫ്രണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ. മേ ബി അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെറിയ ടാങ്ക് കൊടുത്തത്. പിന്നെ വിൻഡ് പഫറ്റിംഗ് ഒന്നുമില്ല ഹൈവേയിലൊക്കെ പോകുമ്പോൾ. എൻ്റെ പല വീഡിയോകളും നോക്കിയാൽ മതി, ഒരുപാട് ഹൈവേ ടൂറിങ് വീഡിയോ ഒക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു വിൻഡ് പഫറ്റിംഗ് ഒന്നും തോന്നാറില്ല. ഡൈനാമിക്കാണ്. ഏകദേശം ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് എനിക്കൊരു 110, 120 വരെ എന്തോ നമുക്കങ്ങനെ വിൻഡൊന്നും അങ്ങനെ അടിക്കാറില്ല ഫ്രണ്ടിൽ നിന്ന്. പിന്നെ ഒരു 120 above വരുമ്പോഴാണ് നമ്മുടെ ഹെൽമെറ്റിലൂടെ നമുക്ക് ഫീൽ ചെയ്യും ആ വിൻഡ് നോയ്സിൻ്റെ ഒക്കെ സൗണ്ടും. അങ്ങനെ ക്രോസിൻസ് ഒക്കെ ഉള്ളിടത്ത് ഹെൽമെറ്റ് ചെറുതായിട്ടൊന്ന് ആടാൻ തോന്നും. അങ്ങനെയല്ല, ഹെൽമെറ്റൊന്നുമല്ല, നമ്മളെ തലയിലോട്ട് ആ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഇച്ചിരി കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ബെൻഡ് ചെയ്തിരുന്ന് ടക്കിൻ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. റൈഡിങ് കംഫർട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ് ടൂർ വെച്ച് നോക്കുമ്പോൾ ഇത് ബെസ്റ്റാണ്. പല യൂസേഴ്സിൻ്റെ റിവ്യൂ വെച്ച് നോക്കുമ്പോഴും ഇത് എനിക്കറിയാം അത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിലൊക്കെ ഓൾ ഇന്ത്യ അടിച്ചവരുണ്ട്, ഇഷ്ടം പോലെ ടു ആൻഡ് ഫ്രോ ഓൾ ഇന്ത്യ അടിച്ചവരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്കാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്നെങ്കിൽ ഒരു വിഷയമില്ല. പിന്നിലുണ്ടെങ്കിൽ പ്രശ്നമെന്ന് വെച്ചാൽ അവരുടെ പ്രഷർ നമ്മുടെ പുറത്തേക്ക് വരും, കാരണം അവർക്ക് ഹോൾഡ് ചെയ്തിരിക്കാനൊന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ കുറേ പില്ലിനെ വെച്ച് ഓടിച്ചിട്ടുണ്ട്, റൈഡ് ട്രിപ്പും ഒക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് വരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ അവരുടെ ആ വെയിറ്റ് നമ്മൾ പുറത്തറിയും. ഇപ്പം നല്ല റോഡായപ്പോൾ നമ്മൾ ഓരോ തവണ ബ്രേക്ക് പിടിക്കുമ്പോഴും അവരുടെ വെയിറ്റ് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. അതാണ് എർഗണോമിക്സിൻ്റെ ഒരു ഇത്. അല്ലാതെ നോർമലി നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു വിഷയമില്ല, വണ്ടി നല്ല കംഫർട്ടാണ്. നമുക്ക് ഒരുപാട് ബെൻഡ് ചെയ്തിരിക്കേണ്ട, ഒരുപാട് പ്രഷറൊന്നും ഹാൻഡ് കയ്യിലേക്ക് വരില്ല, നടുവിന് വരില്ല. സീറ്റ് നല്ല വീതിയാണ്, ഞാൻ കണ്ടത് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല വൈഡ് സീറ്റാണ് നമുക്ക് RR-30 വരുന്നത്, റൈഡർ സീറ്റിൻ്റെ കാര്യം. പില്ലൻ സീറ്റും വൈഡാണ്, പക്ഷേ പില്ലൻ സീറ്റൊക്കെ പലക പോലെ ഇരിക്കുന്ന സാധനമായതുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. റൈഡിങ് സീറ്റ് നല്ല വീതിയുള്ള സീറ്റാണ്, നമുക്ക് പുറകോട്ടൊക്കെ ഇറങ്ങിയിരുന്നത് നല്ല സുഖമാണ്. നമുക്കതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നടുവിനൊരു ഇഷ്യൂ വന്നിട്ടില്ല. എനിക്ക് ആകെ പെയിൻ വരുന്നത് ബട്ടിനാണ്. അതിപ്പം എല്ലാവർക്കും അത് പ്രഡിക്റ്റ് ചെയ്യാം, കാരണം കുറേ നേരം ഇരിക്കുക കഴിയുമ്പോൾ നമുക്ക് കഴച്ച് ആ ഒരു ഫീലുണ്ടല്ലോ. അല്ലാതെ നമുക്കൊരിക്കലും എനിക്കങ്ങനെ ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല. ബാക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പില്ലിനുള്ളപ്പോഴാണ്. മെയിനൊരു ഭാഗമാണ്, മെയിനെന്നല്ല, അത് എല്ലാ വണ്ടിയുടെയും ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ബ്രേക്സ്. എൻ്റെ എക്സ്പീരിയൻസിൽ RR-30 ഫ്രണ്ട് ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല. റിയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ABS എപ്പോഴും ഇൻട്രൂസീവ് ആവും. നമ്മൾ ചെറുതായിട്ട് പിടിക്കുമ്പോൾ തന്നെ ABS ഇൻട്രൂസീവ് ആവണം. അത് ഈ KTM-നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലോണം ഇൻട്രൂസീവ് ആണ്. അതായത് നമുക്ക് റിയർ ബ്രേക്കിങ്ങിൽ കണ്ടില്ലേ, ഫ്രണ്ട് നല്ല ബൈറ്റാണ്. ഫ്രണ്ടിൻ്റെ ബൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. ഒരുപാട് അങ്ങോട്ട് അഗ്രസീവായിട്ട് ഫീൽ ചെയ്യത്തില്ല, എന്നാൽ നമ്മൾ വണ്ടി നിൽക്കും. നമുക്കതാണല്ലോ വേണ്ടത്. ബ്രേക്ക് പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കണം. പലരും ഇതിൻ്റെ സ്റ്റോക്ക് മാറിക്കഴിയുമ്പം സെറാമിക് എടുത്തിടും. സ്റ്റോക്ക് വരുന്നത് സിൻഡറഡാണ്. അതിൻ്റെ അത്രയും പെർഫോമൻസ് ഒരിക്കലും സെറാമിക്കിന് തരാനൊക്കില്ല. ഞാനൊരു തവണ ഇട്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ബ്രേക്ക് പാഡാണ് എൻ്റെ കിടക്കുന്നത്. ബാക്കിൽ 2ാമത്തെയും ഫ്രണ്ടിൽ 3ാമത്തെയും. എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, സ്റ്റോക്ക് വരുന്ന സിൻഡർ പാഡ്, അതായത് കമ്പനി കൊടുക്കുന്ന ബ്രംബോയുടെ എങ്ങാണ്ടാണ്. അപ്പം അതിൻ്റെ ആ ബ്രേക്ക് പാഡാണ് ഏറ്റവും അടിപൊളി. സത്യം പറയാം, അത് നമുക്ക് കുറച്ചാൾ ഓടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അത് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സെറാമിക്ക് ഭയങ്കര നോയ്സും അത് ആ ഒരു ബൈറ്റ് കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നല്ലോണം. നമുക്ക് അത് നമ്മൾ ആ സ്റ്റോക്ക് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. കുറച്ചാൾ നല്ലോണം കൈയെടുത്ത് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് കഴിവതും സ്റ്റോക്ക്, അതായത് ആ സിൻഡർ പാഡിനുമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതാണ് ബെറ്റർ. കാരണം വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് വണ്ടി നിർത്തുന്നതും. കൈ കൊടുക്കുന്നതിന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടി നിർത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി നിർത്തണം. ഇവനിപ്പോൾ സിറ്റിയിലായപ്പോലും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ബ്രേക്കിംഗ് ഒക്കെ ആവശ്യം വരുമ്പോഴും ബ്രേക്ക് ഫെയ്ഡൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എനിക്ക്. ചിലർ പറയുന്നതൊക്കെ ചില വണ്ടിയിലൊക്കെ ഇങ്ങനെ ബ്രേക്ക് ഫെയ്ഡൊക്കെ ഉണ്ടാവും. എനിക്കൊരു ക്ലാസിക് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡിസ്ക് ഫെയ്ഡാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് പോകുമ്പോഴൊക്കെ ഹീറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഫെയ്ഡാവും. അത് പിന്നെ നോർമൽ ഓർഗാനിക് ബ്രേക്ക് പാഡാണ് അതിന് വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ നല്ല ബ്രേക്കിംഗ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും നോർമലി എനിക്കൊരു ഇഷ്യൂ ആയിട്ടേ തോന്നിയിട്ടില്ല. കാരണം ഒട്ടുമിക്ക ഹംസ് എല്ലാം നമ്മളിങ്ങനെ കയറി ഇറങ്ങിപ്പോവും, അടിയൊന്നും തട്ടാതെ. ഇവൻ പില്ലിനുണ്ടെങ്കിൽ പോലും എന്ന് വെച്ച് കട്ട നമ്മൾ എന്താ പറയുന്നത് വലിയ കുത്തനെയുള്ള ഹമ്പിലൊന്നും പോയി കയറ്റരുത്. പിന്നെ വണ്ടി മേടിക്കുമ്പം ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഏത് സ്പോർട്സ് ബൈക്ക് വാങ്ങിച്ചാലും കോൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ 1-2 ഫ്രണ്ട്സിന് ഈ ഹമ്പിലൊക്കെ വന്ന് ചാടി കോൺസെപ്റ്റ് പോയ ഇഷ്യൂ എനിക്കറിയാം. ഗട്ടറിലൊക്കെ പോയി ചാടിയിട്ട് വലിയ പോട്ട് ഹോൾസിലൊക്കെ നമ്മൾ ഹൈവേയിലൊക്കെ പോയി ചാടും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായവരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. പിന്നെ വീല് നല്ല ലൈറ്റ് വീൽസാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ KTMs ഒക്കെ ഫേസ് ചെയ്ത ഇഷ്യൂ അത് തന്നെയാണ്. നമ്മൾ പോയി ബാഡ് റോഡ്സിലും പോട്ട് ഹോൾസിലൊക്കെ ചാടുമ്പോൾ അതിൻ്റെ അലയൊക്കെ ബെൻഡാവാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം.
പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഒരു സ്പോർട്സ് ബൈക്ക് വെച്ച് നോക്കുമ്പം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണുള്ളത്. നമുക്കങ്ങനെ നോർമലി ഹമ്പിലൊന്നും അങ്ങനെ അടിയൊന്നും തട്ടാറില്ല. ഓരോ ലുക്ക് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പുതിയ ടയർസ് ഇട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പറയാം. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 21,000 കിലോമീറ്റേഴ്സ് ആയി. ഓൾമോസ്റ്റ് 2 years ആവുന്നു. ഇതാണ് ഇപ്പോഴും വണ്ടിയുടെ ലുക്ക്. ഞാനങ്ങനെ PPF ഒന്നും ചെയ്തിട്ടില്ല, സെറാമിക്കും ചെയ്തിട്ടില്ല. കൂടുതലും വാഷ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരുന്നു. അതും ഇപ്പം ബാംഗ്ലൂരിൽ പൊടിയാണ്. നമുക്കിപ്പോൾ കഴുകി വെച്ചാലും നമ്മൾ വണ്ടി റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ പൊടിയാവും. അതാണ് പ്രശ്നം. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി അറിയാമല്ലോ എല്ലാവർക്കും. വണ്ടി ഫുള്ള് കിറ്റും ഒരുപാട് ബോഡി പാനൽസ് ഉള്ള വണ്ടിയായതുകൊണ്ട് തന്നെ സ്ക്രാച്ച് നമുക്ക് വരും. മാറ്റൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല. മാറ്റിലൊന്നും അത്ര അറിയില്ല, അങ്ങനെ വരാറുമില്ല. പക്ഷേ ഗ്ലോസി പാർട്സിലൊക്കെ വരും. ഇനിയിപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ആ സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പവറുള്ള വണ്ടിയാണ്. ബെസ്റ്റൊന്നും അല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഓടിച്ച് നടക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. കൈ കൊടുക്കുന്നിടത്ത് കൈ കൊടുത്ത് ഓടിക്കാം, പതുക്കെ പോകുന്നിടത്ത് പതുക്കെ ഓടിക്കാം. ഇതിപ്പം ഇപ്പോഴത്തെ വണ്ടിക്ക് ഇപ്പോൾ എൻ്റെ വണ്ടി മുതലായാലും റൈഡിങ് മോഡ്സ് ഉണ്ട്. അതിൽ അർബൻ റെയിൻ മോഡിൽ പവർ കുറവാണെന്നാണ് പറയാറ്. പക്ഷേ ഇനിഷ്യലി നല്ലോണം ഉണ്ട്. നമുക്കൊരു ചെറിയ ജെർക്കിംഗ് ആണ് ശരിക്കും, ഒരു പവർ ജെർക്കൊക്കെ ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയൊക്കെ ഒരുപാട് ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2000 RPM കഴിയുമ്പോൾ നമുക്ക് ഒരു ചാട്ടമൊക്കെ ഫീൽ ചെയ്യും. ബാക്കി 2 മോഡാണ് കംഫർട്ടബിൾ, സ്പോർട്ട് മോഡും ട്രാക്ക് മോഡും. ആ 2 മോഡുകൾ നമുക്ക് നല്ല കംഫർട്ടാണ്. ലീനിയറായിട്ട് പവർ ഡെലിവറി ചെയ്യും, എന്നാൽ ടോപ്പ് എൻഡൊക്കെ നല്ലോണം കിട്ടുകയും ചെയ്യും. അതാണ് പെർഫോമൻസിൽ ഒരിക്കലും നമുക്കങ്ങനെ മോശം എന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രൈസിനും, കാരണം ബ്രേക്കിംഗ് പെർഫോമൻസ് ആയാലും ഇപ്പോൾ വണ്ടിയുടെ അല്ലാതെ എൻജിൻ പെർഫോമൻസ് ആയാലും എല്ലാം അടിപൊളിയാണ്. പുതിയ മോഡലിന് പവറും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ടോപ്പ് എൻഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ടോപ്പ് സ്പീഡ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള പേഴ്സണൽ 171 ആണ്. എന്നാൽ നമ്മൾ യൂട്യൂബിലും ചിലരൊക്കെ 175 175 സംതിങ് ഒക്കെ അടിച്ചത് ഇങ്ങനെ കാണാം. എനിക്ക് പേഴ്സണലി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 171 ആണ്. അത് നല്ല സ്ട്രെച്ചാണ്. നമ്മൾ 160 വരെയൊക്കെ വണ്ടി നല്ല ഈസി ആയിട്ട് കയറും. പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ, ചെറിയ വഴിയൊക്കെ ആണെങ്കിൽ ഒന്ന് U-turn എടുക്കാൻ, ഇപ്പോൾ എലിഫൻറ്റ് ടേണൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തിരിക്കുകയാണെങ്കിൽ ഇച്ചിരി മെനക്കെടും. ഞാൻ പറയല്ലേ, നല്ല വീതിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു U-turn ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ചെറിയ റോഡിലൊക്കെ നമ്മൾ മുന്നോട്ടെടുത്ത് പുറത്തോട്ടെടുത്തിട്ടൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ടേൺ ചെയ്യാൻ നല്ലൊരു റേഡിയസ് വേണം. ടേണിങ് റേഡിയസ് ഇച്ചിരി ഉള്ള വണ്ടി തന്നെയാണ്. എന്നാലും തീരെ അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും അല്ല. ഈ പാർക്കിംഗ് ലോട്ടാണ് വിഷയം. അത് ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പാർക്കിംഗ് ലോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ചില മാളിൻ്റെയൊക്കെ പാർക്കിംഗ് ലോട്ട് ഭയങ്കര ഇടുങ്ങിയായിരിക്കും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ വണ്ടി കൊണ്ട് കുത്തിക്കയറ്റി വെക്കുമ്പം സ്ക്രാച്ചൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു സ്കൂട്ടർ ചാരി വെച്ചിരിക്കുകയായിരുന്നു. അവർ നേരെ കൊണ്ട് നിർത്തുമ്പോൾ ആ ഇഷ്യൂ ആണതില്ല. പക്ഷെ അവർ സ്റ്റാൻഡ് വെക്കുമ്പോൾ വണ്ടി ഒന്നുകൂടെ ചാരിയും. ആ ലീൻ ആംഗിൾ ചിലപ്പോൾ നമ്മുടെ വണ്ടിയെ തട്ടുന്ന പോലെ ആയിരിക്കും. നമ്മുടെ ആ ഒരു പാർക്കിംഗ് സ്പേസ് നിറഞ്ഞിരിക്കുമായിരിക്കും നമ്മുടെ വണ്ടി. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിപ്പം അത് നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്നതല്ല. അതൊക്കെ നമ്മൾ പറ്റുന്നത്രയും കെയർ ചെയ്താലേ കാര്യമുള്ളൂ. അപ്പം അതൊക്കെയാണ് വണ്ടിയുടെ റിവ്യൂ. ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും എനിക്കൊരു ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ മാനുഫാക്ചറിങ് ബേസിൽ എനിക്കൊരു ഇഷ്യൂസും വന്നിട്ടില്ല. ഈവൻ ചെയിൻ്റെ സെക്കൻഡ് ചെയിനാണ് കിടക്കുന്നത്, ഒരു തവണ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാർട്സ് ഫ്രണ്ടിൽ 3 തവണ മാറി. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സർവീസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം, അതേ ഉള്ളൂ. ഞാൻ കറക്റ്റ് സർവീസിന് ചെയ്യും, അല്ലാതെ ഡിലേ ആക്കിയിട്ടില്ല ഇതുവരെ ഒറ്റ തവണ പോലും. ഏർലി കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഡിലേ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിവ്യൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അതിൽ മെസ്സേജ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.